നമസ്കാരം. നോട്ട് നിരോധനത്തിന് ശേഷം തീവ്രവാദ സംഘടനകൾക്കുള്ള ഫണ്ടിംഗ് തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞപ്പോൾ തീവ്രവാദികൾ മറ്റു വഴികളിലൂടെ ഫണ്ടിങ്ങിന്റെ മാർഗം നോക്കുന്നുണ്ട്. അതായത് കള്ളക്കടത്ത്, ഹവാല ഇടപാടുകൾ, കൂടാതെ ആളുകൾ ഇല്ലാത്തയിടങ്ങളിൽ അത്തർ ഉൾപ്പെടെ വിൽപ്പനയൊക്കെ നടത്തി അവർ തീവ്രവാദങ്ങളിലേക്ക് പല രീതികളിലേക്കും അവർ ഫണ്ടിങ് നടത്തുന്നുണ്ട്. കൂടാതെ പല രീതികളിലൂടെ തട്ടിപ്പുകളും നടത്തി അവർ ഫണ്ടുകൾ സ്വരൂപിക്കാറുണ്ട്. കൂടാതെ ഫോൺ മുഖാന്തരമുള്ള തട്ടിപ്പുകളും ഇവർ നടത്തുന്നുണ്ട്. നിലവിൽ വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കി തട്ടിപ്പ് നടത്തുകയും ആണ് ഇവർ ചെയ്തിരുന്നത്. അതായത് കഴിഞ്ഞ വർഷമാണ് വലിയ രീതിയിൽ ഇന്ത്യൻ റെയിൽവേയിൽ ഒരു വമ്പൻ തട്ടിപ്പ് നടത്തിയത്. റെയിൽവേയിൽ സ്റ്റേഷൻ മാസ്റ്റർ, ലോക്കോ പൈലറ്റ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് തുടങ്ങിയ തസ്തികകൾ ഒഴിവ് വിളിച്ചിട്ടുണ്ട്. അതായത് 1000-ൽ പരം ഒഴിവുകൾ വിളിച്ചിട്ടുണ്ട് എന്ന് കാണിച്ച് ഇവർ ഒരു പരസ്യം പുറത്തിറക്കി സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുകയും കൂടാതെ ഇതിനൊരു ഫീസായിട്ട് ഒരു 500 രൂപ 1000 രൂപയ്ക്ക് ഫീസായിട്ട് ഇവരിൽ നിന്നും ഈടാക്കുകയും ചെയ്തിരുന്നു. അവസാനം ഈ ഒരു റെയിൽവേയുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു പരസ്യം വ്യാജമാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് തട്ടിപ്പുകൾ മനസ്സിലാക്കിയ ആളുകൾ പരാതിയുമായി ചെന്നത്. അതോടെ അന്വേഷണത്തിനൊടുവിലാണ് ഭീകരവാദത്തിന്റെ ഫണ്ടിംഗ് ആയിരുന്നു ഈ ഒരു പരസ്യം എന്നത് മനസ്സിലായത്. റെയിൽവേയിലെ വ്യാജ റിക്രൂട്ട്മെന്റ് കേസിന്റെ അന്വേഷണത്തിൽ പുതിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ കത്വ സ്വദേശിയായ രൂപ്ലാലാണ് റിക്രൂട്ട്മെന്റിനായി ഉപയോഗിച്ച വ്യാജ റെയിൽവേ വെബ്സൈറ്റിന്റെ സൃഷ്ടാവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സാമ്പത്തിക കുറ്റകൃത്യ യൂണിറ്റും സൈബർ സെൽ പട്നയും നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. ഈ തട്ടിപ്പുകാർക്ക് പാകിസ്ഥാനുമായി ബന്ധമുണ്ടാകാമെന്നാണ് സോൻപൂർ റെയിൽവേ പോലീസ് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുള്ളത്. വ്യാജ റിക്രൂട്ട്മെന്റിലൂടെ ലഭിക്കുന്ന വലിയ തുക തീവ്രവാദ ഫണ്ടിങ്ങിനായി ഉപയോഗപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. 5 മാസം മുമ്പ് വ്യാജ റിക്രൂട്ട്മെന്റ് കേസ് പുറത്തു വന്നതിന് ശേഷം പല സംസ്ഥാനങ്ങളുമായുള്ള ബന്ധം കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണത്തിൽ വെളിപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഗുജറാത്തിലെ ഒരു അനുബന്ധ അക്കൗണ്ടിൽ 2500 കോടിയിലധികം രൂപ നിക്ഷേപിച്ചതായി കണ്ടെത്തി. ഡിസംബർ 3-ന് സോൻപൂർ സ്റ്റേഷനിൽ ടിടിമാരാണെന്ന വ്യാജേന ടിക്കറ്റ് പരിശോധനയ്ക്കിടെ പിടിക്കപ്പെട്ട 3 യുവാക്കളെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് റെയിൽവേയുടെ വ്യാജ വമ്പൻ റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയത്. 3 പേരും വ്യാജമായി നിയമിക്കപ്പെട്ടവരാണ്. റിക്രൂട്ട്മെന്റിന് ഉപയോഗിച്ച റെയിൽവേയുടെ സമാനമായ വ്യാജ വെബ്സൈറ്റ് സോൻപൂർ റെയിൽവേ പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരം ഇഒയും സൈബർ സെൽ പട്നയും ചേർന്ന് അന്വേഷിക്കുകയാണ്. കത്വയിൽ നിന്നുള്ള രൂപ്ലാൽ എന്ന തട്ടിപ്പുകാരൻ റെയിൽവേയുടെ എല്ലാ വ്യാജ വെബ്സൈറ്റുകളും സ്വയം സൃഷ്ടിച്ചതാണെന്ന് അവരുടെ അന്വേഷണ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. രൂപ്ലാലിന്റെ ജിമെയിൽ അക്കൗണ്ട് സോനു സിംഗിന്റെ പേരിലാണ്. ആ മെയിൽ അക്കൗണ്ടിൽ നിന്നും വെബ്സൈറ്റ് സൃഷ്ടിച്ച് 1/2 ഡസൻ പ്രതികളുടെ മൊബൈൽ നമ്പറുകളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ നമ്പറുകളും പരിശോധിച്ചു വരികയാണ്. അതായത് ഒരു വലിയൊരു തട്ടിപ്പ് ഹബ്ബായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഓരോ സ്റ്റേഷനുകളിലും ഇതുപോലെ റിക്രൂട്ട്മെന്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ വാക്കൻസി ഉണ്ട് എന്ന് കാണിച്ച് ഓരോ ഫേസ്ബുക്കിലും ഓരോ സ്ഥലം വെച്ചിട്ടാണ് ഇവർ ഫേസ്ബുക്കിൽ ഓരോ പരസ്യം, ഫേസ്ബുക്ക് അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും ഇങ്ങനെ പരസ്യം കൊടുത്തുകൊണ്ടിരുന്നത്. കൂടാതെ നിയമവിരുദ്ധമായി റെയിൽവേ ടിക്കറ്റ് ബിസിനസ് നടത്തുന്ന 2 പേരെ RPFും വിജിലൻസ് ലക്നൌവും ഷാംഗഞ്ച് RPFും സംയുക്തമായി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷിൽബിലി, ചമ്പാനഗർ എന്നിവിടങ്ങളിൽ നിന്നുള്ള അബ്ദുൽ ഹാഫിസ്, സാഗിർ ഖാൻ എന്നിവരെയാണ് സൻപത്താർ പ്രദേശത്ത് നിന്നും അറസ്റ്റ് ചെയ്തത്. ഇവർ തീവ്രവാദി സംഘടനകൾക്ക് ഫണ്ട് എത്തിക്കുന്നുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. വ്യാജ വെബ്സൈറ്റിലൂടെ ഓരോ ദിവസവും ടിക്കറ്റുകൾ അച്ചടിച്ച് പ്രിന്റ് ചെയ്ത് നൽകും. ഇരുവർക്കുമെതിരെ സെക്ഷൻ 143 പ്രകാരം റെയിൽവേ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഇവരിൽ നിന്നും ലാപ്ടോപ്പുകളും ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവർ തീവ്രവാദികളുമായി ഒരു ബന്ധം സ്ഥാപിച്ചതായും സ്ഥിരീകരണമുണ്ട്. പിന്നാലെ ഇവരുടെ കൂട്ടാളികളെ കണ്ടെത്താനുള്ള ഒരു വ്യാപകമായ അന്വേഷണമാണ് പോലീസും അതോടൊപ്പം തന്നെ റെയിൽവേ പോലീസും നടത്തുന്നത്. പല രീതികളിലായി സമൂഹ മാധ്യമങ്ങളിലടക്കം പല രീതികളിലായി റെയിൽവേയുടെ വ്യാജ റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ പേര് വെച്ച് ആ ലെറ്റർ പാഡുകളിലും അവരുടെ എംബ്ലോം വെച്ചിട്ട് കൃത്യമായ രീതിയിൽ ഒറിജിനലിനെയും വെല്ലുന്ന തരത്തിലായിരുന്നു ഇവർ ഈ വ്യാജ പരസ്യങ്ങൾ തന്നെ അച്ചടിച്ച് ഫണ്ടുകളെല്ലാം തന്നെ കൈപ്പറ്റിക്കൊണ്ടിരുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. PRS Hospital കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ,
പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.